ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഫാക്ട്സ്. ഇന്നലെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2024 50 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടുള്ളത് നോക്കാം. 51ാമത്തെ നോക്കാം. 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ആണ്. 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിനായിട്ടുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. 2274 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹത്തെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് GSLV F-14 റോക്കറ്റാണ്. ഇൻസാറ്റ് 3DS മിഷൻ ഡയറക്ടർ മലയാളിയായ ടോമി ജോസഫ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വായുസേനയുടെ വായുശക്തി സൈനികാഭ്യാസം 2024 വേദി. ഇന്ത്യൻ വായുസേനയുടെ വായുശക്തി സൈനിക അഭ്യാസം 2024 വേദി രാജസ്ഥാനിലെ പൊഖ്രാനാണ്. അടുത്ത 53ാമത്തെ ചോദ്യം, തമിഴ് സിനിമാ താരം വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. അടുത്ത 54ാമത്തെ ചോദ്യം, CP രാമകൃഷ്ണൻ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഗവർണറാണ് CP രാധാകൃഷ്ണൻ ജാർഖണ്ഡിൻ്റെ സംസ്ഥാന ഗവർണറാണ്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറൻ 2024 ഫെബ്രുവരിയിൽ രാജിവെച്ചതിനു ശേഷമാണ് CP രാധാകൃഷ്ണൻ സംസ്ഥാന ഗവർണറായിട്ട് മാറിയത്. ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറനാണ് നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. അടുത്ത 55ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 2024 ഭാരതരത്ന ബഹുമതിക്ക് അർഹനായത് ആരാണ്? ചോദ്യം ആരൊക്കെയാണ്? MS സ്വാമിനാഥൻ, LK അദ്വാനി, PV നരസിംഹറാവു. ഇവർ 3 പേരുമാണ് 2024 ഭാരതരത്ന ബഹുമതിക്ക് അർഹനായത്. ആരൊക്കെയാണ്? MS സ്വാമിനാഥൻ, LK അദ്വാനി, PV നരസിംഹറാവു. ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി 2024 5 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. ഭാരതരത്ന പുരസ്കാരം 2024 5 പേർക്കാണ് ലഭിച്ചത്. ആരൊക്കെയാണെന്ന് നോക്കാം. MS സ്വാമിനാഥൻ, LK അദ്വാനി, PV നരസിംഹറാവു, കർപ്പൂരി താക്കൂർ, ചൗധരി ചരൺ സിംഗ്. 5 പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത്. 56ാമത്തെ ചോദ്യം, ഭാരതരത്ന ബഹുമതി ആദ്യം നേടിയ മലയാളിയാണ് MGR ആണ് ആദ്യം ഭാരതരത്നം നേടിയ മലയാളി. ഭാരതരത്നം നേടുന്ന 2ാമത്തെ മലയാളിയാണ് MS സ്വാമിനാഥൻ. 2024 ഭാരതരത്നം നേടിയ MS സ്വാമിനാഥനാണ് ഭാരതരത്നം നേടുന്ന 2ാമത്തെ മലയാളി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം, രമൺ മാഗ്സസെ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം, രമൺ മാഗ്സസെ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. അതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. MS സ്വാമിനാഥൻ അന്തരിച്ച ദിവസം, ഡേറ്റ് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. അടുത്തത് 57ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി LK അദ്വാനിയാണ്. 58ാമത്തെ ചോദ്യം, 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആരൊക്കെയാണ്? ജഗദ്ഗുരു രാം ഭദ്രാചാരി.
രാംഭദ്രാചാര്യ രാംഭദ്രാചാര്യയും ഗുൽസാർ ഇവർ രണ്ടുപേരാണ് ജ്ഞാനപീഠം നേടിയത്. ഓസ്കാർ പുരസ്കാര ജേതാവായ ഗുൽസാർ പ്രസിദ്ധ ബോളിവുഡ് ഗാനരചയിതാവും ഹിന്ദി ഉറുദു കവിയുമാണ്. ആര്? ഗുൽസാർ. ജഗദ്ഗുരു രാംഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ്. അടുത്ത 59ാമത്തെ ചോദ്യം, പൊതുപരീക്ഷ അധ്യയന മാർഗങ്ങൾ തടയൽ ബിൽ ലോക്സഭ പാസാക്കിയ ദിവസം 2024 ഫെബ്രുവരി 6. 2024 ഫെബ്രുവരി 5 കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുകയും ഫെബ്രുവരി 6 ലോക്സഭ പാസാക്കുകയും ചെയ്തു. UPSC, SSC, റെയിൽവേ, നീറ്റ്, JEE തുടങ്ങിയിട്ടുള്ള കേന്ദ്ര തലത്തിലുള്ള പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിൽ അവതരിപ്പിച്ചത്. വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിങ്ങനെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ 3 തരംതിരിച്ചാണ് ശിക്ഷയും പിഴയും ചുമത്തുന്നത്. ഇത്തരത്തിലുള്ള കേസുകളിൽ പരമാവധി 10 വർഷം തടവും 1 കോടി രൂപ വരെ പിഴയും ചുമത്തുന്നതിൽ ബില്ല് നിർദ്ദേശിച്ചിരിക്കുന്നു. അടുത്ത ബില്ല് പ്രകാരം DYSP, ACP റാങ്കിൽ കുറയാത്തവരായിരിക്കണം ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത്. ഇതാണ് ആ ബില്ലിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. അടുത്ത 60ാമത്തെ ചോദ്യം നോക്കാം. ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് 2024 ഫെബ്രുവരിയിൽ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കറാണ് ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് 2024 ഫെബ്രുവരിയിൽ നിയമിതനായിട്ട വ്യക്തി. 61ാമത്തെ ചോദ്യം, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? ഫാലി എസ് നരിമാൻ്റേതാണ്. 62ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട പ്രസിദ്ധ ഇന്ത്യൻ നിയമജ്ഞനാണ് ഫാലി എസ് നരിമാൻ. 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട പ്രസിദ്ധ ഇന്ത്യൻ നിയമജ്ഞനാണ് ഫാലി എസ് നരിമാൻ. യു ജസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കൃതി രചിച്ചത് ഫാലി എസ് നരിമാനാണ്. യു ജസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കൃതി രചിച്ചത് ഫാലി എസ് നരിമാനാണ്. പ്രസിദ്ധമായ ഗോലക്നാഥ് കേസ്, മിനർവ മിൽ കേസ് എന്നിവ വാദിച്ചത് ഫാലി എസ് നരിമാനാണ്. അടുത്തത് 63ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏതു മേഖലയിൽ പ്രസിദ്ധനായിരുന്നു? ദത്താജി റാവു ഗെയ്ക്വാദ് ക്രിക്കറ്റിൽ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അടുത്ത 64ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട മുൻ ലോക്സഭാ സ്പീക്കർ മനോഹർ ജോഷിയാണ്. 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട മുൻ ലോക്സഭാ സ്പീക്കറാണ് മനോഹർ ജോഷി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും മനോഹർ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായും മനോഹർ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത 65ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കുമാർ സാഹ്നി ഏത് മേഖലയിൽ പ്രസിദ്ധനാണ്? കുമാർ സാഹ്നി സിനിമാ സംവിധായകനാണ്. അടുത്ത 66ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഏത് മേഖലയിൽ പ്രസിദ്ധനാണ്? ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. 67ാമത്തെ ചോദ്യമാണ്, 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം വികസിത ഭാരതത്തിന് തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. അതാണ് 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. CV രാമൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റ് വെളിപ്പെടുത്തിയ ദിവസമാണ് ഫെബ്രുവരി 28. അപ്പോൾ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 8. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്
വികസിത ഭാരതത്തിന് തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ്. CP രാമൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റ് വെളിപ്പെടുത്തിയ ദിവസമാണ് ഫെബ്രുവരി 28. അതുകൂടി ഓർത്തു വച്ചേക്കാം. അടുത്തത് 68ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ റെയിൽവേ തുരങ്കമായിട്ടുള്ള T50 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ജമ്മു കാശ്മീരിലാണ്. 12.77 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കം ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ പാതയിലാണ്. ഓക്കെ, അതുകൂടെ ഓർത്ത് വച്ചേക്കാം. അടുത്ത 69ാമത്തെ ചോദ്യം. 2024 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന UAEയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് കാർഡ് സംവിധാനമാണ് ജയ്വാൻ. 2024 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന UAEയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് കാർഡ് സംവിധാനത്തിൻ്റെ പേരാണ് ജയ്വാൻ. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൽ റുപേ കാർഡാണ് ജയ്വാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ജയ്വാൻ കാർഡുകൾ നിർമ്മിക്കാൻ UAE കരാർ നൽകിയത് ഇന്ത്യയുടെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനെയാണ്. ഓക്കെ, അതുകൂടി ഓർത്ത് വച്ചേക്കുക. അടുത്ത 70ാമത്തെ ചോദ്യം. 11ാമത് ലോക ഗവൺമെൻറ് ഉച്ചകോടി 2024 ഫെബ്രുവരിയിൽ നടന്നത് എവിടെ വെച്ചിട്ടാണ്? ദുബായിൽ വെച്ചിട്ടാണ് 2024 ഫെബ്രുവരിയിൽ 11ാമത് ലോക ഗവൺമെൻറ് ഉച്ചകോടി നടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ഖത്തർ പ്രധാനമന്ത്രി, തുർക്കി പ്രസിഡന്റ് എന്നിവർ ഈ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥികളായിരുന്നു. ഭാവിയിലെ ഗവൺമെൻറ്റിനെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഉച്ചകോടിയുടെ പ്രമേയം. 2024 ലോക ഗവൺമെൻറ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ഷാരൂഖ് ഖാൻ. ഓക്കെ, അടുത്ത 71ാമത്തെ ചോദ്യം. 20 ലക്ഷം കോടി വിപണി മൂല്യം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. 20 ലക്ഷം കോടി വിപണി മൂല്യം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനി. ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി നിലവിൽ മൈക്രോസോഫ്റ്റ് ആണ്. അടുത്ത 72ാമത്തെ ചോദ്യം. 2024 ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ ബസ് യാത്രാ സൗകര്യം നൽകിയത് ഡൽഹിയിലാണ്. 2024 ഫെബ്രുവരിയിൽ ലോക ചെസ് സംഘടന മരണാനന്തര ബഹുമതിയായി ഓണറി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി ആദരിച്ചത് ഏത് ചെസ് താരത്തെയാണ്? മിർ സുൽത്താൻ ഖാനെയാണ്. മിർ സുൽത്താൻ ഖാൻ. ബ്രിട്ടീഷ് ഇന്ത്യൻ ചെസ് താരമായിരുന്ന മിർ സുൽത്താൻ ഖാൻ പിന്നീട് പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചു. അടുത്ത ചോദ്യം നോക്കാം. 74ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലിംഗ് താരം വിഷ്ണു ശരവണനാണ്. തമിഴ്നാട്ടിലെ വിഷ്ണു ശരവണൻ. 2023 ആഗോള അഴിമതി സൂചിക പ്രകാരം ഏറ്റവും അധികം അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം. ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85. അടുത്ത 77ാമത്തെ ചോദ്യം. ആരോഗ്യം, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ, കാലാവസ്ഥ എന്നീ മേഖലയിലെ പരസ്പര സൗഹൃദത്തിനായിട്ട് രൂപീകരിച്ച കോഡ് ചതുരാഷ്ട്ര സഖ്യത്തിൽ ഇന്ത്യ, USA എന്നീ രാജ്യങ്ങളെ കൂടാതെയുള്ള മറ്റ് 2 രാജ്യങ്ങളാണ് ഓസ്ട്രേലിയയും ജപ്പാനും. കോഡ്സ് സഖ്യത്തിലെ ആരൊക്കെയാണ്? USA, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ. അടുത്ത 78ാമത്തെ ചോദ്യം. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2024 ഇപ്പം നടന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിൽ. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ്. വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് എന്നതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം.
വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നതായിരുന്നു 2023 പ്രമേയം. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. അടുത്ത 79ാമത്തെ ചോദ്യം, പാകിസ്ഥാനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 80ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡിന് അർഹനായത് ഒലെഗ് കൊനോനങ്കയാണ്. ഒലെഗ് കൊനോനങ്ക റഷ്യയുടെ ബഹിരാകാശ സഞ്ചാരിയാണ്. അടുത്ത 81ാമത്തെ ചോദ്യം, സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ പേസ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസിയാണ് നാസ. നാസ വിക്ഷേപിച്ചത് പേസ് എന്ന് പറയുന്ന ഉപഗ്രഹമാണ്. സ്പേസ് എക്സിൻ്റെ ഹാൾക്കൺ റോക്കറ്റിലാണ് പേസ് വിക്ഷേപിച്ചത്. സ്പേസ് എക്സിൻ്റെ ഹാൾക്കൺ റോക്കറ്റിലാണ് പേസ് വിക്ഷേപിച്ചത്. അടുത്ത 82ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരി 22 ചാന്ദ്ര ഉപരിതലത്തിലിറങ്ങിയ ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. 2024 ഫെബ്രുവരി 22 ചാന്ദ്ര ഉപരിതലത്തിലിറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. ഒഡീസിയസ് ഒരു US കമ്പനിയുടെ പേടകമാണ്. ഒഡീസിയസ് ഒരു US കമ്പനി പേടകമാണ്. അടുത്ത 83ാമത്തെ ചോദ്യം, 2024 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സി സ്റ്റേഡിയമാണ്. ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം. കാനഡ, മെക്സിക്കോ, USA എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ്? കാനഡ, മെക്സിക്കോ, USA എന്നീ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ്. 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട ആൻഡ്രിയാസ് ബ്രഹ്മ ഏത് രാജ്യത്തെ പ്രസിദ്ധ ഫുട്ബോൾ താരമാണ്? ആൻഡ്രിയാസ് ബ്രഹ്മ ജർമ്മനിയുടെ പ്രസിദ്ധ ഫുട്ബോൾ താരമാണ്. അടുത്ത 85ാമത്തെ ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ICC അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ജേതാക്കൾ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ICC അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത്. ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഇത്രയുമാണ്. 85ഓളം ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അതിനകത്ത് തന്നെ എക്സ്ട്രാ പോയിൻറ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, ഇത് എനിക്ക് ഞാൻ പഠിക്കുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോട്ട്സാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജനുവരി മാസത്തെ കറണ്ട് അഫേഴ്സുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.